നമസ്കാരം, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കൊട്ടിയൂർ പാലുകാച്ചിയിൽ കാട്ടാനക്കൂട്ടം വ്യാപകമായി കാർഷിക വിളകൾ നശിപ്പിച്ചു. ഒരാഴ്ചയായി തുടർന്ന കാട്ടാനക്കൂട്ടത്തിന്റെ വിളയാട്ടത്തെ പ്രതിരോധിക്കാൻ വനപാലകർ സ്ഥലത്തെത്തിയില്ലെന്ന് നാട്ടുകാർ. പേരാവൂർ കാഞ്ഞിരപ്പുഴയിൽ ഇരുചക്രവാഹനവും ട്രാവലറും തമ്മിൽ കൂട്ടിയിടിച്ച് അപകടം. ഇരുചക്രവാഹന യാത്രക്കാരന് ഗുരുതര പരിക്ക്. പാൽച്ചുരം വഴി സർവീസ് നടത്തുന്ന ദീർഘദൂര KSRTC ബസ്സുകൾ സർവീസ് നിർത്തി. ദുരിതത്തിലായി യാത്രക്കാർ. വിശദമായ വാർത്തകളിലേക്ക്. കൊട്ടിയൂർ പാലുകാച്ചിയിൽ കാട്ടാനക്കൂട്ടത്തിന്റെ താണ്ഡവം. പ്രദേശത്ത് വ്യാപകമായി കാർഷിക വിളകൾ നശിപ്പിച്ചു. ഒരാഴ്ചയായി തുടർന്ന കാട്ടാനക്കൂട്ടത്തിന്റെ വിളയാട്ടത്തെ പ്രതിരോധിക്കാൻ വനപാലകർ സ്ഥലത്തെത്തിയില്ലെന്ന് നാട്ടുകാർ. കുടിവെള്ള പൈപ്പടക്കം നശിപ്പിക്കുന്നതിനാൽ വെള്ളം കിട്ടാതെ പാലുകാച്ചി നിവാസികൾ. പാട്ടത്തിനടുത്ത സ്ഥലത്ത് അധ്വാനിച്ച് നട്ടുവളർത്തിയ നേന്ത്രവാഴ വിളവെടുക്കാറായി നിൽക്കുമ്പോഴാണ് കാട്ടാനക്കൂട്ടം രതീഷിന്റെ ജീവിതം തകർക്കാനായി കടന്നുവന്നത്. ഈ കാട്ടാനകൾ ഒരാഴ്ചയിലേറെയായി പാലുകാച്ചിയിലെ ജനവാസ മേഖലയിൽ വിലസാൻ തുടങ്ങിയ നാൾ മുതൽ നാട്ടുകാർ വനപാലകരെ അറിയിക്കുന്നതാണ് കാട്ടാനകളെ പ്രതിരോധിക്കണമെന്ന്. എന്നാൽ കേട്ടഭാവം പോലുമില്ലാതെ വന്നതോടെയാണ് ഈ യുവ കർഷകന് ഈ ഗതി വന്നത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെയാണ് പുത്തൻപറമ്പിൽ രതീഷിന്റെ വാഴകൃഷിയിൽ കാട്ടാനിറങ്ങി വ്യാപകമായി നശിപ്പിച്ചത്. 60 കുലച്ച വാഴകളാണ് കാട്ടാനക്കൂട്ടം തകർത്തെറിഞ്ഞത്. വീടിന് സമീപത്ത് വരെ എത്തിയ കാട്ടാനകൾ വാഴകൾ പൂർണ്ണമായി നശിപ്പിച്ചാണ് മടങ്ങിയത്. പാട്ടത്തിനടുത്തും സ്വർണം പണയം വെച്ചും കൃഷി ചെയ്ത വാഴകളായിരുന്നു എല്ലാം നശിപ്പിച്ചു. വനപാലകരെയും വാർഡ് മെമ്പറെയും അറിയിച്ചെങ്കിലും ഒന്ന് വന്ന് നോക്കാൻ പോലും തയ്യാറായില്ലെന്നും രതീഷ് ഹൈവിഷൻ ന്യൂസിനോട് പറഞ്ഞു. ഇത് സംഭവിച്ചെന്ന് വെച്ചാൽ ഞാനിതിപ്പം വാഴ നട്ടിട്ട് ഇപ്പോൾ രണ്ടാമത്തെ വാഴ ഇതിനകത്ത് നിൽക്കുന്നത്. അത് ഞാനിപ്പോൾ വളമൊക്കെ ഇട്ട് കൊത്തി മൂടിയതാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഇറങ്ങാൻ തന്നിട്ട് ഇവിടെ ഒരാഴ്ചയായി. പറയേണ്ടവരോടെല്ലാം പറഞ്ഞു, അവരാരും വന്നിട്ടില്ല. ഇതിന് അധികാരിപ്പെട്ടവരാരും വരണ്ടേ, അവർ വന്നിട്ടില്ല. അവരെ വിളിച്ച് കഴിയുമ്പോൾ അവർ പറഞ്ഞ് വരാമെന്നാണ് പറയുന്നത്. മെമ്പറെ വിളിച്ചു. മെമ്പർ പറഞ്ഞ് ഞാൻ വരുന്നില്ല, ഞാൻ ആളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അവർ വന്നോളൂ എന്നാണ് പറയുന്നത്. ഇത് ഞാനിപ്പോൾ ഉള്ള സ്വർണ്ണം ഇതെല്ലാം കൊണ്ടുവച്ചിട്ടാണ് ഞാനിത് പാട്ടത്തിനെടുത്തേക്കുന്നത് ഈ സ്ഥലം. എന്നിട്ടാണ് ഞാൻ ഇവിടെ കൃഷി ചെയ്തേക്കുന്നത്. ഈ പാട്ടക്കാർക്ക് പൈസ കൊടുക്കണം. ഞാൻ വെള്ളം തിരിക്കാൻ പോകണമെങ്കിൽ 4 കിലോമീറ്റർ മേലെ കയറി പോകണം. ഒരാൾക്ക് 800 രൂപ കൂലി കൊടുക്കണം വെള്ളം തിരിക്കാൻ വരാൻ. ഈ പകൽ ഈ ആനകളുണ്ട്, വെള്ളം തിരിക്കാൻ പോകാൻ പറ്റിയില്ല. അങ്ങനത്തെ അവസ്ഥയാണ് എൻ്റെ. ഒന്നെങ്കിൽ എനിക്ക് ഇതിനെന്തെങ്കിലും നഷ്ടപരിഹാരം വരില്ല, ഞാൻ ആത്മഹത്യ കഴിഞ്ഞു. അത് ഉറപ്പ് തന്നെയാണ്. ഇതിപ്പോൾ എൻ്റെ ഒരു 65 വാഴയോളം കളഞ്ഞിട്ടുണ്ട്. എൻ്റെ വീടിൻ്റെ തൊട്ട് മേലെയാണ്. ഇതിന് മേലെ ഇനിയിപ്പോൾ ഇന്ന് വന്നിട്ട് ബാക്കിയുള്ള വാഴയും കൂടെ കളയുക. അവര് വരാമെന്ന് പറയുന്നല്ലാണ്ട് അവർ ഈ നേരം വരെ വന്നിട്ടില്ല. അവർ മറ്റുള്ള കാര്യത്തിലാണെങ്കിൽ അവർ ഓടി വന്നിട്ട് ഇവിടെ എല്ലാം ഇപ്പൊ നോക്കിയാൽ കൊണ്ടുപോയനെ വേറെ എന്തെങ്കിലും കാര്യമാണല്ലേ. ഇതിലിപ്പോൾ അവർക്ക് വരേണ്ട ആവശ്യമില്ല. ഇവർ ആർലഫാമിൽ കിടന്ന് ആനേനെ മൊത്തം ഇങ്ങോട്ട് തെളിച്ചിട്ട് നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒരു പറമ്പിൽ വെള്ളം തിരിക്കാൻ പോലും പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് നമ്മളുള്ളത്. പകൽ സമയമുണ്ട് ഇവിടെ. പകൽ സമയം ഇപ്പം ഒരു കിലോമീറ്റർ മേലേക്ക് പോയ ആനയുണ്ട് അവിടെ. എത്ര ദിവസമായെന്നറിയാം ഓരോരുത്തർ വെള്ളം കുടിച്ചിട്ട് ഇവിടെ വെള്ളം തിരിക്കാൻ പറ്റാഞ്ഞിട്ട്. ഒരു മര്യാദ കാണിക്കണ്ട. എന്നാൽ അധികാരപ്പെട്ടവർ ഇവിടെ വരിക. എന്നാൽ എവിടെ ആന ഇറങ്ങിയേ? ഞങ്ങൾ ഇന്നലെ എല്ലാവരും നാട്ടുകാരെല്ലാം കൂടെ കൂടിയിട്ട് ഈ ആനനെ ഓടിക്കാൻ വേണ്ടി ഇന്ന് പ്ലാൻ ഇട്ടാ. ഇവർ വരികയില്ല. ഇവർക്ക് അതിന്റെ ആവശ്യമില്ല. കാരണം പാവപ്പെട്ടവന്റെ അല്ലേ പോകുന്നത്. അവർക്ക് എന്താ ഗുണം? ഒരു ഗുണമില്ലല്ലോ അവർക്ക്. വീടിനടുത്തെത്തി. ഇതാ ഒരു 15 മീറ്റർ കയറി എന്റെ വീടായി. ഇന്നലെ 7:30 വരുമ്പോ. അപ്പൊ ഇന്നലെ മിനിഞ്ഞാന്ന് ഈ തൊട്ടപ്പുറത്തെ പറമ്പിൽ വന്നായിരുന്നു. അപ്പൊ നമ്മൾ താഴെ നിങ്ങൾ പറഞ്ഞ എല്ലാവരും കൂടെ പോകാന്ന് പറഞ്ഞിട്ട് ഇന്ന് ഫോറസ്റ്റുകാരെ വിളിക്കുന്നുണ്ട്. അവരെ വിളിച്ചിട്ട് അവരെ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വിളിച്ചില്ല, എനിക്ക് അവരുടെ നമ്പർ പറയില്ല. വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് രാവിലെ എൻ്റെ പെങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞ വാഴ മൊത്തം കളഞ്ഞ് നീ കയറി വന്നു. ഞാൻ ചുങ്കുന്ന് വാടകയ്ക്ക് താമസിക്കുന്ന മനുഷ്യനാണ്. ഞാൻ കയറി വരുമ്പോൾ ഈ കോലമുള്ള ഇവിടെ. എനിക്കിതിന് നഷ്ടപരിഹാരം ഒന്നെങ്കിൽ ഫോറസ്റ്റോ അല്ലെങ്കിൽ ആരെ നഷ്ടപരിഹാരം തന്നില്ല ഞാൻ ആത്മഹത്യ ചെയ്യും. ഇവരെല്ലാം കൊടുക്കുകയും ചെയ്യും. കാരണം ഞാൻ വളം മേടിച്ചിട്ട് ചുങ്കക്കുന്ന് പാറയുടെ കടയിൽ ഇപ്പോഴും 4000 രൂപ കൊടുക്കാൻ കിടക്കാം. എൻ്റെ പൈസ ഇല്ലാഞ്ഞിട്ട്. കൊലച്ച വാഴ, എല്ലാം കൊലച്ച വാഴ. നിങ്ങളിത് കാണുന്നില്ല, ഇതെല്ലാം കൊലച്ച വാഴയാണ്. എൻ്റെ ഒരു കൊല്ലത്തെ ജീവിതം ഇവിടെ നിന്ന് നശിപ്പിച്ചു കളഞ്ഞത്. ആ സമയത്ത് ഈ ആനയ്ക്ക് ഇവിടെ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ ഇവർ നമ്മളെ വിടുവോ? വിടിയല്ലോ. അല്ല ഒരു മൃഗത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ അവർ വിടിയല്ലോ. നമ്മളെ കൊണ്ടുപോയി അവർ അവിടെ കൊണ്ടിടിയല്ലേ. അപ്പോൾ ഈ സാധാരണക്കാരുടെ അങ്ങോട്ട് പൊക്കോട്ടെ, ഇവർക്ക് കുഴപ്പമൊന്നുമില്ല. ഇവർക്ക് മാസം ശമ്പളം എണ്ണി മേടിച്ചാൽ പോരെ. ശമ്പളത്തിനൊന്നും കുറവില്ലല്ലോ. എനിക്ക് പറയാനുള്ള അധികാരമുണ്ട്. കാരണം വെച്ചാൽ ഞാൻ കൊടുക്കുന്ന നീതിപ്പണം അടക്കം അവർക്ക് ശമ്പളം കൊടുക്കുന്നത്. അല്ല ഇവരെ പുറേന്ന് കൊണ്ടുവന്നിട്ടൊന്നുമല്ലോ ശമ്പളം കൊടുക്കുന്നത്. എൻ്റെ നീതിപ്പണം ഉണ്ട്, അതിനകത്ത് പറയാനുള്ള അധികാരം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒരു കർഷകന് ഒരു സാധനവും നട്ടുപിടിപ്പിക്കാത്തതിൻ്റെ കാരണം ഇതാണ്. കാരണം കാര്യമില്ല. അവൻ കണ്ട വെമ്പർന്നോത്തിയുടെ കെട്ടുതാലിയും കൊണ്ട് വിറ്റുകൊണ്ട് ഇതുപോലെ കൊണ്ട് നട്ട് ആദായം എടുക്കാറാകുമ്പോഴത്തേക്ക് വന്നിട്ട് ആനയും പുലിയും കടുവയും കുരങ്ങും എല്ലാം വന്ന് നശിപ്പിച്ച് കളഞ്ഞാൽ പിന്നെ അവനെന്ത് ചെയ്യുമോ? ഇന്നലെ അതിന്റെ തൊട്ടപ്പുറത്തെ മൂക്കാത്ത കൊല അവർ വെട്ടിക്കൊണ്ട് പോയത് ആനയെ പേടിച്ചിട്ട്. ഇപ്പൊ ഈ കിടക്കുന്ന ഇതുപോലത്തെ കൊലയാണ് ഇന്നലെ അവർ വണ്ടിക്ക് കയറ്റിക്കൊണ്ട്. കറിക്ക് പോലും പോകില്ല. ഇതാ ഇതിന്റെ തൊട്ടപ്പുറം വാഴ വെച്ചിട്ടുണ്ട്. നിങ്ങൾ അതിലെ പോകുമ്പോൾ ശ്രദ്ധിച്ചു നോക്ക്. കൂടാതെ അറക്കൽ സാന്റോയുടെ വാഴ, കൊക്കോ, കാപ്പി എന്നിവയും കാട്ടാന നശിപ്പിച്ചു.
ഒറ്റയാനും കാട്ടാനക്കൂട്ടവും കൃഷിയിടത്തിൽ കറങ്ങി നടന്നിട്ടും വനപാലകർ ഇവയെ തുരത്താൻ വേണ്ട നടപടി സ്വീകരിക്കുന്നില്ലെന്ന് സാന്റോയും പറഞ്ഞു. ആന ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരാഴ്ച മേലെയായി. ആന ഇവിടെ തന്നെയുണ്ട്. ഫോറസ്റ്റുകാർ വരുവോ കാര്യങ്ങൾ അന്വേഷിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ കൊക്കോ, കാപ്പി, കുരുമുളക് ചെടി, കയ്യാല, വാഴ എല്ലാം പറമ്പ് നശിപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ ഇപ്പോൾ ഇതിൽ ഇറങ്ങി വന്നിട്ട് എൻ്റെ ഇവിടെ ഒരു ഷെഡുണ്ട്. ആ ഷെഡിൻ്റെ പുറകെയുള്ള കയ്യാലക്കെട്ടി ഇടിച്ച് തകർത്തിട്ടാണ് അവിടെ രതീഷറിൻ്റെ വീട്ടിലേക്ക് ഇറങ്ങിയേക്കുന്നത്. ഇത് ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ ഇതായിട്ട് കുടിവെള്ളം അടക്കം കൊണ്ടുപോകുന്നതാണ്. അവർക്കെല്ലാം വെള്ളം തിരിക്കാൻ വരാനും കാര്യങ്ങൾക്കെല്ലാം അസൗകര്യമാണ്. ഇവിടുത്തെ പ്രദേശവാസികൾ പൈപ്പ് വഴിയാണ് കുടിവെള്ളം ശേഖരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി കാട്ടാന പൈപ്പ് ചവിട്ടി നശിപ്പിക്കുന്നതോടെ കുടിവെള്ളവും കിട്ടാക്കനിയായി ഇവർക്ക്. നടപടി ഉണ്ടാകുമോ എന്നറിയില്ല. പക്ഷേ ബാക്കി വരുന്ന വാഴകൾ കൂടി നശിപ്പിക്കാൻ കാട്ടാനകൾ വീണ്ടും എത്തുമോ എന്ന ആശങ്കയിലും ഭയത്തിലുമാണ് പാലുകാച്ചിയിലെ പ്രദേശവാസികൾ. സജീവ് നായർ, ഹൈവിഷൻ ന്യൂസ്, കേരളം. പേരാവൂർ കാഞ്ഞിരപ്പുഴയിൽ ഇരുചക്രവാഹനവും ട്രാവലറും തമ്മിൽ കൂട്ടിയിടിച്ച് അപകടത്തിൽ ഇരുചക്രവാഹന യാത്രക്കാരന് പരിക്ക്. മണത്തണ വളയങ്ങാട് സ്വദേശി അഭിഷേകിനാണ് പരിക്കേറ്റത്. തലക്ക് ഗുരുതരമായി പരിക്കേറ്റ അഭിഷേകിനെ കണ്ണൂർ മിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പേരാവൂർ കാഞ്ഞിരപ്പുഴയ്ക്ക് സമീപം ട്രാവലറും ഇരുചക്രവാഹനവും തമ്മിൽ കൂട്ടിയിടിച്ചായിരുന്നു അപകടമുണ്ടായത്. ഞായറാഴ്ച വൈകുന്നേരം 5:45 അപകടം. പേരാവൂർ ഭാഗത്തു നിന്നും മണത്തണ ഭാഗത്തേക്ക് പോകുകയായിരുന്ന ഇരുചക്രവാഹനവും വയനാട്ടിൽ നിന്നും കണ്ണൂരിലേക്ക് വരികയായിരുന്ന ട്രാവലറും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത്. അപകടത്തിൽ ബൈക്ക് യാത്രികൻ വളയങ്ങാട് സ്വദേശി അഭിഷേകിന് സാരമായി പരിക്കേറ്റു. തലക്ക് ഗുരുതരമായി പരിക്കേറ്റ അഭിഷേകിനെ ആദ്യം പേരാവൂരിലെ താലൂക്ക് ആശുപത്രിയിലും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി കണ്ണൂർ മിംസ് ആശുപത്രിയിലും കൊണ്ടുപോയി. അപകടത്തിൽ ഇരുചക്രവാഹനം പൂർണ്ണമായും തകർന്നു. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ. കൂട്ടുപുഴയിൽ വെച്ച് MDMA-യുമായി 2 യുവാക്കൾ പിടിയിൽ. പോലീസ് ലഹരിവിരുദ്ധ സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് 46 ഗ്രാം MDMA-യുമായി കോഴിക്കോട് കുന്നമംഗലം സ്വദേശി സാബിത്തിനെയും കോട്ടയം വാഴൂർ സ്വദേശി ജിഷ്ണുരാജിനെയും പിടികൂടിയത്. പാൽച്ചുരം വഴി സർവീസ് നടത്തുന്ന ദീർഘദൂര KSRTC ബസ്സുകൾ സർവീസ് നിർത്തി. കോവിഡ് കാലം മുതൽ നിർത്തിയ ബസ്സുകൾ ഇനിയും പുനരാരംഭിക്കാത്തത് ദീർഘദൂര യാത്രക്കാർക്ക് തിരിച്ചടിയായി. മാനന്തവാടി ഡിപ്പോയിൽ നിന്നും പാൽച്ചുരം വഴി സർവീസ് നടത്തുന്ന ദീർഘദൂര KSRTC ബസ്സുകൾ സർവീസ് നിർത്തിയത് യാത്രക്കാർക്ക് തിരിച്ചടിയാകുന്നു. കോവിഡിന് മുൻപ് മാനന്തവാടിയിൽ നിന്നും വൈകിട്ട് 7:45 സർവീസ് നടത്തിയിരുന്ന കോട്ടയം ബസ് നിർത്തലാക്കിയിട്ട് വർഷങ്ങളായി. ഈ ബസ് സർവീസ് പുനരാരംഭിക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ സംഘടനകൾ പരാതി നൽകിയെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ല. അമ്പായത്തോട് നിന്നും വൈകിട്ട് 4:45 പുറപ്പെടുന്ന പാലാ ബസ് നിർത്തിയിട്ട് 15 ദിവസത്തോളമായി. നിരവധി യാത്രക്കാർക്ക് ഉപകാരപ്പെടുന്നതും ലാഭകരമായ സർവീസ് കൂടിയായിരുന്നു ഇത്. മാനന്തവാടി പയ്യന്നൂർ, മാനന്തവാടി കാസർഗോഡ്, ഇരിട്ടി, ശാന്തിഗിരി, മാനന്തവാടി തുടങ്ങിയ സർവീസുകളാണ് നിലവിൽ നിർത്തിയതിൽ ഉൾപ്പെടുന്നത്. ഇതിൽ കാസർഗോഡേക്കുള്ള സർവീസ് നിർത്തിയിട്ട് 2 ദിവസമേ ആയിട്ടുള്ളൂവെങ്കിലും നിർത്തിയ കാരണങ്ങളൊന്നും വ്യക്തമല്ല. മലയോരത്തെ നിരവധി ആളുകൾ ആശ്രയിക്കുന്ന ദീർഘദൂര KSRTC സർവീസുകൾ നിർത്തിയത് യാത്രക്കാർക്ക് കനത്ത തിരിച്ചടിയാണ് നൽകുന്നത്. ഹൈവിഷൻ ന്യൂസ്, കേരളം. മലയോരത്തിന് അഭിമാനമായി ഒരു കൊച്ചു കലാകാരി. നിരവധി TV റിയാലിറ്റി ഷോകളിൽ പങ്കെടുത്ത് ശ്രദ്ധേയയായ ആര്യ മണത്തണ കൊട്ടഞ്ചിറ സ്വദേശികളായ രതീഷ്, ലതാ ദമ്പതികളുടെ മകളാണ്. ആര്യ ഇപ്പോൾ തമിഴ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രം അവതരിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ്. വളരെ ചെറുപ്പം മുതലേ തന്നെ വിവിധ കലാമേഖലകളിൽ മികവ് തെളിയിച്ച മണത്തണ കൊട്ടഞ്ചുരത്തെ ആര്യ PR വിവിധ ചാനൽ റിയാലിറ്റി ഷോകളിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ആര്യയ്ക്ക് തമിഴ് സിനിമാ രംഗത്തേക്കും അവസരം ലഭിച്ചിരിക്കുകയാണ്. മൂര്യാട് സുരേന്ദ്രൻ സംവിധാനം ചെയ്യുന്ന തമിഴ് ചിത്രം തായ്മനത്തിൽ കേന്ദ്ര കഥാപാത്ര വേഷമാണ് ആര്യയെ തേടിയെത്തിയത്. അതിന്റെ സന്തോഷത്തിലാണ് ആര്യ. വളരെ ചെറുപ്പം മുതലേ നാടകത്തിൽ അഭിനയിച്ചും സ്കൂൾ, ഉപജില്ലാ കലോത്സവങ്ങളിൽ മെഡലുകൾ വാരിക്കൂട്ടിയുമാണ് ആര്യ തന്റെ മികവ് തെളിയിച്ചത്. സംഗീതത്തിലും ആര്യ മിടുക്കിയാണ്. മണത്തണ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ആര്യ. ബമ്പർച്ചിരി പോലുള്ള നിരവധി റിയാലിറ്റി ഷോകളിലും പങ്കെടുത്ത് നിരവധി പുരസ്കാരങ്ങളും ക്യാഷ് അവാർഡുകളും നേടിയിരുന്നു. മണത്തണ കൊട്ടഞ്ചിറ സ്വദേശിയായ രതീഷ്, ലതാ ദമ്പതികളുടെ മകളാണ് ആര്യ. അർജുൻ സഹോദരനാണ്. ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും പിന്തുണ ആര്യയ്ക്ക് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. മകളുടെ ഇത്തരം കഴിവുകളെ പ്രോത്സാഹിപ്പിച്ച് ഉന്നത തലങ്ങളിൽ എത്തിക്കാൻ അമ്മ ലതയുടെ പങ്ക് ഏറെയാണ്. 2 വയസ്സ് മുതലേ ഇങ്ങനെ പാട്ടിനും ഡാൻസിനും അങ്ങനെ ചെയ്യുന്ന കണ്ടപ്പോൾ നല്ല സപ്പോർട്ട് കൊടുത്ത് പുറകെ തന്നെ എല്ലാത്തിലും പങ്കെടുപ്പിച്ചിട്ടും. പാട്ട് പഠിച്ചിട്ടുണ്ടോ? പാട്ട് കുറച്ച് പഠിച്ചിന്. പിന്നെ അച്ഛൻ പാട്ട് പാടുന്നതാണ്. അതുകൊണ്ട് അച്ഛൻ തന്നെ പഠിപ്പിച്ചു കൊടുക്കും. വീട്ടിൽ നിന്ന് ഇങ്ങനെ 2 കൂടി പാടും. അങ്ങനെ അതെല്ലാം ചെയ്യുന്ന. എങ്ങനെ അത് അവിടുന്ന് കുറച്ച് ഇവരുള്ള ഒരു കുട്ടീൻ്റെ അച്ഛൻ സ്ക്രിപ്റ്റ് എഴുതും. ബാക്കി അവിടുത്തെ ഗ്രൂമേഴ്സ് എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നല്ല സപ്പോർട്ടാണ്.
എല്ലാ കാര്യത്തിനും. പിന്നെ സ്കൂളിലെ മാഷന്മാരും ടീച്ചർമാരെല്ലാം എല്ലാ പരിപാടിക്ക് പോകുന്നതിനും നല്ല സപ്പോർട്ടാണ് അവരുടെ ഭാഗത്തുനിന്നും കുട്ടികളുടെ ഭാഗത്തുനിന്നും. പിന്നെ ഇവിടുത്തെ എല്ലാ നാട്ടുകാർക്കും അങ്ങനെ എല്ലാവർക്കും സപ്പോർട്ട് തന്നെയാണ്. എല്ലാ പഞ്ചായത്തിൻ്റെ എന്ത് പരിപാടീൻ്റെ മോളെ വിളിക്കുകയും ചെയ്യും. ഈ വരുന്ന മെയ് 20-ാം തീയതിയാണ് തമിഴ് ചിത്രമായ തായ്മനത്തിൻ്റെ ചിത്രീകരണം ആരംഭിക്കുക. കണ്ണൂരിൽ വെച്ച് കണ്ട അന്ന് തന്നെ ആര്യയെ തൻ്റെ കഥാപാത്രത്തിലേക്ക് തിരഞ്ഞെടുക്കുകയായിരുന്നുവെന്നും നിരവധി കഴിവുകളുള്ള കുട്ടിയാണ് ആര്യയെന്നുമാണ് സംവിധായകൻ മൂര്യാട് സുരേന്ദ്രൻ പറഞ്ഞത്. ഞാൻ ആര്യയെ കണ്ണൂരിൽ വെച്ച് കാണുന്നു. കണ്ട നാളിൽ തന്നെ ആ കുട്ടിയുടെ മുഖത്തെ ചലനങ്ങളും കണ്ണുകളിലെ ഭാവങ്ങളും എന്തും ചെയ്യാനുള്ള സന്നദ്ധതയും കണ്ടപ്പോൾ ഞാൻ എൻ്റെ സിനിമയിൽ നല്ലൊരു വേഷം തന്നെ കൊടുക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ട് എൻ്റെ തമിഴ് ചിത്രമായ തായ്മനം എന്ന പടത്തിലേക്ക് ശക്തമായൊരു കേന്ദ്ര കഥാപാത്രത്തെ ആര്യയെ കൊണ്ട് ചെയ്യിക്കാൻ ഉദ്ദേശിക്കുന്നു. അത് അവൾ കൃത്യമായി ചെയ്യുമെന്നും അത് വേണ്ട രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുമെന്നും ആ കഥാപാത്രത്തെ അതിൽ അന്തസ്സോടെ കാക്കുമെന്നും ഉത്തമ വിശ്വാസം എനിക്കുണ്ട്. നിരവധി സിനിമകളിൽ അഭിനയിച്ച് വലിയ താരമാകണമെന്നാണ് ആര്യയുടെ ആഗ്രഹം. ഇപ്പോൾ അമൃത TV-ലും മഴവിൽ മനോരമയിലും ഫ്ലവേഴ്സിലും. ഇപ്പോൾ ഫ്ലവേഴ്സിൻ്റെ പ്രോഗ്രാം ഇതൈറ്റം വേറെയെന്നാണ്. അതിൽ 2 കോമഡി സ്കിറ്റ് ചെയ്ത്, ഒന്ന് സ്കൂൾ കുട്ടികളെയും പിന്നെ ഒന്ന് ഇപ്പോൾ പോലീസിൻ്റെ ചെയ്തിട്ടുണ്ട്. അതിന് എപ്പോൾ ഇറങ്ങാറില്ല. നീ പകരും പുഞ്ചിരികൾ കണ്ടു നിന്നാൽ നൂറഴക്, നീ പിടഞ്ഞാൽ എന്നുയിരിൽ കോരിരുള്, വിങ്ങും നെഞ്ചുടുക്കിൽ തിരയാത്താടമില്ല, നിന്നെ ചായുറക്കാൻ മതിയാം രാഗമില്ല, ഞാനാം പൂമരത്തിൽ വളരും കുഞ്ഞുമുട്ടേ, മെല്ലെ പൂവിട നീ വസന്തം കാത്തിരിപ്പൂ. ഇതല്ലാതെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ? സിനിമയിൽ ഇനി അന്ന് അവർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഇനി 20-21 തുടങ്ങും ഷൂട്ടിങ്. സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ? ആ, ഹിഗ്വിറ്റാന്ന് പറഞ്ഞേ. അത് സുരാജ് വെഞ്ഞാറമൂടിൻ്റെയും പിന്നെ ധ്യാൻ ശ്രീനിവാസിൻ്റെയും. അതിലിങ്ങനെ കുട്ടികളെ ഒരു കല്യാണം വീട്ടില്ല, അപ്പോൾ കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന ഡാൻസ് കളിക്കുന്ന ഗിഫ്റ്റ് കൊടുക്കുന്ന അങ്ങനത്തെയൊക്കെ. വലിയ സിനിമാ താരമായി മലയോര മേഖലയ്ക്ക് തന്നെ അഭിമാനമായി മാറട്ടെ എന്നാണ് നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ. SNDP കീഴൂർ ശാഖ വാർഷിക പൊതുയോഗം എടക്കാനത്ത് വെച്ച് നടത്തി. ഇരട്ടി യൂണിയൻ സെക്രട്ടറി PN ബാബു മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് MG ചന്ദ്രബോസ് അധ്യക്ഷത വഹിച്ചു. പായം പഞ്ചായത്ത് അംഗം PP കുഞ്ഞുഞ്ഞ് ഉന്നത വിജയികളെ അനുമോദിച്ചു. ശാഖാ സെക്രട്ടറി PS അജിത്ത്, V ഭാസ്കരൻ, MT മല്ലിക, PS ശാലിനി, ഡോക്ടർ അനുശ്രീ, PS ശ്രീനന്ദ, PS അഭിനന്ദ്, PK ശശീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിൽ നിന്ന് IAS 1ാം റാങ്ക് കിട്ടിയ 23 വയസ്സുള്ള ആ പെൺകുട്ടിയോട് ചോദിച്ചു, അല്ല മാഡം, ഈ ചെറിയ പ്രായത്തിൽ എങ്ങനെയാണ് ഇത്രയും വലിയൊരു ഉയർന്ന രീതിയിലേക്ക് എത്തിപ്പെട്ടത്, എങ്ങനെയാണ് ഞങ്ങൾക്ക് പുതുതലമുറയ്ക്ക് വേണ്ടി ആ അനുഭവം ഒന്ന് പറയാലോ എന്ന് പറഞ്ഞു. അപ്പം നമ്മളൊന്നും വിചാരിക്കേണ്ട, IAS തിരഞ്ഞെടുക്കപ്പെടുന്നതിനുള്ള മത്സരത്തിനുള്ള മിനിമം വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറഞ്ഞാൽ ഒന്ന് BSc അല്ലെ BCom. പ്രസിഡന്റായി MG ചന്ദ്രബോസിനെയും വൈസ് പ്രസിഡന്റായി MR രാജുവിനെയും സെക്രട്ടറിയായി PS അജിത്തിനെയും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. പേരാവൂർ എക്സൈസ് റേഞ്ച് ഓഫീസിൽ നിന്നും വിരമിക്കുന്ന അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ MP സജീവിന് യാത്രയയപ്പ് നൽകി. യാത്രയയപ്പ് സമ്മേളനം കണ്ണൂർ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ ഷിബു PL ഉദ്ഘാടനം ചെയ്തു. സർവീസിൽ നിന്നും വിരമിക്കുന്ന പേരാവൂർ എക്സൈസ് റേഞ്ച് ഓഫീസിലെ MP സജീവിന് യാത്രയയപ്പ് നൽകി. എക്സൈസ് ഓഫീസ് ഹാളിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനവും ഉപഹാര സമർപ്പണവും കണ്ണൂർ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ PL ഷിബു ഉദ്ഘാടനം ചെയ്തു. 2002 സർക്കാർ സർവീസിൽ വന്നതാണ്. നിരവധി റിട്ടയർമെന്റ് ഫംഗ്ഷനുകളിൽ ഞാൻ പങ്കെടുത്തു. ഇത്രയും മനോഹരമായി ഒരു യാത്രയയപ്പ് സമ്മേളനം ഇന്ന് വരെ എൻ്റെ സർക്കാർ സർവീസിൽ ഞാൻ കണ്ടു. അതിന് ഏറ്റവും കൂടുതൽ നന്ദി അർപ്പിക്കുന്നത് ഇവിടുത്തെ ജീവനക്കാരാണ്. പേരാവൂർ റേഞ്ചിലെ എല്ലാ ജീവനക്കാർക്കും എൻ്റെ അഭിനന്ദനം.
കാരണം കല്യാണ വീടുകളിൽ മാത്രമേ ഞാനിതുപോലത്തെ പന്തൽ കണ്ടു, അല്ലെങ്കിൽ ഏതെങ്കിലും ഷോപ്പുകളുടെ ഉദ്ഘാടനവും അല്ലെങ്കിൽ ഏതെങ്കിലും വീടുകളുടെ എന്താണ് നമ്മൾ പാലുകാച്ചൽ എന്നാണ് നമ്മൾ പറയുന്നത്, ആ ചടങ്ങിനും ഏതെങ്കിലും ഉത്സവത്തിന് മാത്രമേ ഞാനിത് കണ്ടു. നിങ്ങളുടെ ഈ കൊച്ചു ഹോബി വളരെ ഭംഗിയായിട്ട് അലങ്കരിച്ച് നല്ല രീതിയിൽ ഒരു യാത്രയപ്പ് സമ്മേളനം സംഘടിപ്പിച്ചതിൽ നിന്ന് തന്നെ നിങ്ങൾ സജീവനെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്, അദ്ദേഹം എത്രത്തോളം ഈ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് എന്ന് അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി. നമ്മൾ ഓർക്കേണ്ടത് പലരും സർക്കാർ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്യും. റിട്ടയർ ചെയ്തതിന് ശേഷം സർക്കാരിന് വേണ്ടി അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചിന്തിക്കുന്ന ഒരു നിമിഷം പൊതുജനങ്ങളുടെ കയ്യിൽ നിന്ന് നികുതിയായി കിട്ടുന്ന പൈസ കൊണ്ട് നമ്മൾ വാങ്ങുന്ന കാശ് 1-ാം തീയതി നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ഇതിന് ഞാൻ അർഹനാണോ എന്ന് ചിന്തിക്കുന്ന ഒരു നിമിഷം. എക്സൈസ് ഇൻസ്പെക്ടർ കെ ശശി അധ്യക്ഷത വഹിച്ചു. MP സുരേഷ് ബാബു, K സന്തോഷ് കുമാർ, PK സതീഷ് കുമാർ, VV ഷാജി, K ഷാജി, V രജനീഷ്, M ശൈലജ ടീച്ചർ, AS പുരുഷോത്തമൻ, C പത്മനാഭൻ, എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർമാരായ C രജിത്, AK വിജേഷ്, സിനു കൊയിലോത്ത്, സജീവൻ തരിപ്പ, ജെയിംസ് CM, PS ശിവദാസൻ, ബാബുമോൻ ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് MP സജീവൻ മറുപടി പ്രസംഗവും നടത്തി. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ. പേരാവൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ 1992-93 SSLC ഫ്രണ്ട്സ് ഗ്രൂപ്പിന്റെ വാർഷികം പേരാവൂർ റോബിൻസ് ഓഡിറ്റോറിയത്തിൽ നടന്നു. റിട്ടയർഡ് പ്രധാന അധ്യാപകൻ ജോർജ് മാത്യു ഉദ്ഘാടനം ചെയ്തു. പേരാവൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ 1992-93 SSLC ഫ്രണ്ട്സ് ഗ്രൂപ്പിന്റെ വാർഷികമാണ് പേരാവൂർ റോബിൻസ് ഓഡിറ്റോറിയത്തിൽ നടന്നത്. സെബാസ്റ്റ്യന്റെ അധ്യക്ഷതയിൽ റിട്ടയർഡ് പ്രധാന അധ്യാപകൻ ജോർജ് മാത്യു ഉദ്ഘാടനം ചെയ്തു. വളരെയധികം സന്തോഷവും സംതൃപ്തിയുള്ള ഒരു നിമിഷമാണിത്. ഇംഗ്ലീഷിൽ പറയുന്നത് പോലെ when the heart is full words are few. എന്താ പറയേണ്ടതെന്ന് എനിക്കിപ്പോൾ മനസ്സിലാകുന്നില്ല. അത്രമാത്രം വികാര നിർഭരമായ രംഗം എന്ന് വേണമെങ്കിൽ പറയാം. 1993 കാലഘട്ടം അന്ന് സ്കൂളിലുണ്ടായിരുന്ന ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന സഹപ്രവർത്തകർ, അന്നുണ്ടായിരുന്ന കുട്ടികൾ, അവരിന്നി നമ്മുടെ കൂടെ ഇല്ല. ആ അധ്യാപകരെയും അതുപോലെ അന്ന് നമ്മൾ വേർപിരിഞ്ഞു പോയ കുട്ടികളെയും ഒക്കെ ഈ അവസരത്തിൽ സ്മരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഓർക്കുമ്പോൾ ഈ സംഗമത്തിന് വരുമ്പോൾ, എന്നെ ക്ഷണിക്കാൻ വരുമ്പോൾ ഒരുപാട് ഓർമ്മകൾ എൻ്റെ മനസ്സിലങ്ങനെ തങ്ങി നിൽക്കുക. ഞാൻ സെന്റ് ജോസഫ്സ് ഹൈസ്കൂളിൽ നിന്നും ഹെഡ് മാസ്റ്ററായിട്ട് എടൂർ ഹൈസ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ സ്കൂളിന്റെ അന്നത്തെ അന്തരീക്ഷം ഇവിടെ എൻ്റെ മുന്നിൽ ഇരിക്കുന്ന കുട്ടികൾക്കെല്ലാം അറിയാം. ഒരു പരിധിവരെ പറഞ്ഞാൽ കലുഷിതമായ അന്തരീക്ഷം ഉണ്ടായിരുന്നു ഒരു കാലഘട്ടം ഞാൻ ഓർക്കുകയാണ്. ആ അവസരങ്ങളൊക്കെ അവസരോചിതമായി. ചടങ്ങിൽ സംസ്ഥാന ലെവൽ ഓട്ടംതുള്ളലിൽ മെഡൽ നേടിയ ജോയ്സ് ജോസ്, നാഷണൽ ലെവൽ ആർച്ചറിയിൽ മെഡൽ നേടിയ അളകനന്ദ, നാഷണൽ ലെവൽ ഇംഗ്ലീഷ് സ്കിറ്റിൽ മെഡൽ നേട്ടം കൈവരിച്ച ശിവദ എന്നിവരെ ആദരിച്ചു. PT ജോണി, മാളവിക മനീഷ്, രാജേഷ്, വിജയകുമാർ, സുരേഷ്, പവിത്രൻ, ദിലീപ്, ലത, ഷീബ തുടങ്ങിയവർ സംസാരിച്ചു. അതോടൊപ്പം തന്നെ മുൻ പ്രധാനാധ്യാപകൻ ജോർജ് മാത്യു സാറെ മനീഷും നാരായണ മാസ്റ്ററെ ജെയ്സണും പൊന്നാടയണിയിച്ച് ആദരിച്ചു. തുടർന്ന് കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും നടന്നു. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ. ഏച്ചിലം ഗ്രാമോദയം വായനശാല ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ വർണ്ണക്കൂടാരം അവധിക്കാല പഠന ക്യാമ്പ് നടത്തി. ആറളം ഏച്ചിലം ഗ്രാമോദയം വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിൻ്റെ നേതൃത്വത്തിൽ വർണ്ണക്കൂടാരം കുട്ടികൾക്കായുള്ള
അവധിക്കാല പഠന ക്യാമ്പ് നടത്തി. ആർളം പഞ്ചായത്ത് അംഗം സെലീന ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. മാസം ആയി നിങ്ങളുടെ അവധിക്കാലം ആരംഭിച്ചിട്ട്, ഒരു മാസം കഴിഞ്ഞില്ലേ? ആസ്വാദികരമായിരുന്നോ? എല്ലാവരും വീടുകളിൽ തന്നെ കൂടുവാണോ അതോ യാത്ര കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? അവധിക്കാലം എവിടെയും പോയില്ലേ? വീട്ടിൽ തന്നെയായിരുന്നു. അപ്പൊ തീർച്ചയായും നിങ്ങൾ അത് ആസ്വാദ്യകരമാക്കാൻ ഉപയോഗിച്ച മാധ്യമം ഏതായിരിക്കാം? കേട്ടില്ല. നാട്ടിൽ പോയി. അല്ല, കൂടുതൽ പേരും ഇവിടെ തന്നെ ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങളുടെയൊക്കെ കൈകളിൽ അമ്മമാരുടെയും അച്ഛന്മാരുടെയും മൊബൈൽ ഫോൺ ആയിരിക്കാം കടന്നിട്ടുണ്ടാവുക, അല്ലേ? പ്രത്യേകിച്ച് ചൂട് കൂടുതലായതുകൊണ്ട് ഈ സമയം കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വീടിന് പുറത്തിറങ്ങാൻ പറ്റില്ല. അപ്പൊ തീർച്ചയായും വീട്ടിൽ തന്നെ ആയിരിക്കും. വീട്ടിൽ ഒറ്റയ്ക്ക് കിടന്ന് വായിക്കുകയോ അല്ലെങ്കിൽ തത്തുല്യമായ കാര്യങ്ങളിലേക്ക് ഇടപെടാൻ ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികൾക്ക് പ്രയാസമാണ്, അല്ലേ? വായനശീലമുള്ളവരുണ്ടോ? നിങ്ങളൊരു വായനശാലയ്ക്ക് മുന്നിലുള്ളത്. വായനശാല പ്രസിഡന്റ് ടി തോമസ് അധ്യക്ഷത വഹിച്ചു. വായനശാല സെക്രട്ടറി സന്തോഷ് കീഴ്പാട്ടില്ലം, വായനശാല എക്സിക്യൂട്ടീവ് അംഗം കെ സന്തോഷ് എന്നിവർ സംസാരിച്ചു. സംവിധായകൻ അജേഷ് ചന്ദ്രനാണ് പഠന ക്യാമ്പ് നയിച്ചത്. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. ഇരിട്ടി പ്രാഥമിക സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് സർവീസിൽ നിന്നും വിരമിക്കുന്ന PV മോഹനുള്ള യാത്രയയപ്പും കഴിഞ്ഞ സാമ്പത്തിക വർഷം മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ബ്രാഞ്ചുകൾക്കുള്ള അനുമോദനവും ഇരിട്ടിയിൽ വെച്ച് നടന്നു. ഇരിട്ടി കാർഷിക ഗ്രാമവികസന ബാങ്കിൽ ദീർഘകാലത്തെ സേവനത്തിനു ശേഷം വിരമിക്കുന്ന PV മോഹനുള്ള ബാങ്ക് ഭരണസമിതിയുടെയും ജീവനക്കാരുടെയും നേതൃത്വത്തിലുള്ള യാത്രയയപ്പും 2023-24 സാമ്പത്തിക വർഷം മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ബ്രാഞ്ചുകൾക്കുള്ള അനുമോദനവും ഇരിട്ടി സ്കൈപെൻഡ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. അതിനുമുമ്പ് തലശ്ശേരി കാർഷിക വികസന ബാങ്കിന്റെ ഭാഗമായും 31 വർഷക്കാലത്തെ സുദീർഘമായിട്ടുള്ള സേവനമാണ് ശ്രീ PV മോഹനൻ നിർവഹിച്ചിട്ടുള്ളത്. അദ്ദേഹം ഒരു സഹകരണ സ്ഥാപനത്തിലെ ജീവനക്കാർ എന്നതിനേക്കാൾ ഉപരി അദ്ദേഹം ഈ മേഖലയിൽ അറിയപ്പെടുന്ന ഒരു സാമൂഹിക പ്രവർത്തകൻ കൂടിയാണ്. കൗൺസിലറായും മറ്റു വിവിധ ചുമതലകളുമെല്ലാം നിർവഹിച്ചുകൊണ്ട് സഹകരണ ജീവനക്കാരനായി അദ്ദേഹത്തിന് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി സാധിക്കും. സഹകരണ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് വലിയ വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുടെ കേന്ദ്ര നയത്തിന്റെ ഭാഗമായി സഹകരണ പ്രസ്ഥാനത്തിന്റെ കുതിച്ചുചാട്ടം തടയാനുള്ള വലിയ ശ്രമങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര നിയമത്തിന്റെ ഭാഗമായിട്ടുള്ള മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളും അതുപോലെ മറ്റ് നിയന്ത്രണങ്ങളുമെല്ലാം സഹകരണ മേഖലയിൽ ഒട്ടേറെ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. ബാങ്ക് പ്രസിഡന്റ് PP അശോകൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി M സന്ദീപ്, V ശ്രീകല, തങ്കമ്മ സ്കറിയ, P സുരേഷ് ബാബു, PV പ്രഭാകരൻ, V ഫിറോസ്, MK നിഖിൽ, VK വിജയ, ഹൈന ജോൺസൺ KV, KP ഗോപാലകൃഷ്ണൻ, C അബ്ദുൾ മുനീർ, CP വിനിൽ, MV വിനു, M രാജേഷ്, K പുരുഷോത്തമൻ, PK ജയരാജൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. തൊണ്ടിയിൽ മാർഗദീപം റെസിഡൻസ് അസോസിയേഷന്റെയും മാർഗദീപം ലൈബ്രറിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ വിജ്ഞാന സദസ്സ് സംഘടിപ്പിച്ചു. PG ബാബു ഉദ്ഘാടനം ചെയ്തു. തൊണ്ടിയിൽ മാർഗദീപം ലൈബ്രറി ആൻഡ് ഗ്രന്ഥാലയത്തിന്റെയും മാർഗദീപം റെസിഡൻസ് അസോസിയേഷന്റെയും സംയുക്താഭിമുഖ്യത്തിലായിരുന്നു വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി വിജ്ഞാന സദസ്സ് സംഘടിപ്പിച്ചത്. പ്രസിഡന്റ് ഓമനക്കുട്ടി ടീച്ചറുടെ അധ്യക്ഷതയിൽ PG ബാബു ഉദ്ഘാടനം ചെയ്തു. അതിൽ നിന്നും വിമുക്തി നേടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരുപക്ഷെ ലോകം നേരിട്ട മഹാമാരിയുടെ കാലത്ത് അല്ലെങ്കിൽ കോവിഡിന്റെ കാലത്ത് എല്ലാവരും നമ്മളോട് ഉപദേശിച്ചത്, എല്ലാവരും പല കാര്യങ്ങളും നമ്മളെ കൊണ്ട് ചെയ്യിച്ചത് ഈ മൊബൈൽ കൂടി തന്നെയായിരിക്കാം. ആ ഒരു വേണമെങ്കിൽ പ്രേതം ഇപ്പോഴും നമ്മളെ പിടിവിടാതെ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അത് മാറ്റിയെടുക്കേണ്ട കാലഘട്ടം കഴിഞ്ഞിരിക്കുകയാണ്. അല്ലെങ്കിൽ വലിയ വലിയ പ്രത്യാഘാതങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. എനിക്ക് തോന്നുന്നു അതിൽ നിന്നൊക്കെ വിമുക്തി നേടുവാനുള്ള ഏറ്റവും നല്ല മാർഗം ടീച്ചർ പറഞ്ഞതുപോലെ നമ്മുടെ അലമാരകളിൽ, കേരളത്തിൽ പ്രത്യേകിച്ചും ഇന്ത്യയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള കെട്ടിടങ്ങളിലെ അലമാരകളിൽ
മൂല്യങ്ങളായിട്ടുള്ള വിവരശേഖരണങ്ങൾ എടുത്തു വച്ചിട്ടുണ്ട്. പക്ഷേ പുതിയ തലമുറ അതിലേക്ക് പോകുന്നില്ല. ടീച്ചർ പറയുന്ന പോലെ കുറ്റപ്പെടുത്തുന്നതല്ല, അതിനുള്ള സമയമില്ല എന്നുള്ളതാണ്. നമ്മൾ മത്സരമാണ്, പല പരീക്ഷകൾക്ക് വേണ്ടിയുള്ള മത്സരത്തിനിടയ്ക്ക് ഈ പുസ്തകങ്ങൾ വായിക്കുവാനും അതിലെ അറിവ് നേടുവാനുമുള്ള സമയം നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുന്നില്ല. ഒരു പക്ഷേ മാധ്യമങ്ങൾ, ആധുനിക മാധ്യമങ്ങൾ, മൊബൈൽ പോലെയുള്ള നവമാധ്യമങ്ങൾ. ഗ്രാമപഞ്ചായത്ത് അംഗം നൂർദീൻ മുള്ളേരിക്കൽ, വൈസ് പ്രസിഡന്റ് അജിത് കുമാർ, സെക്രട്ടറി സുഷമ, ലൈബ്രറിയൻ പുഷ്പ തുടങ്ങിയവർ സംബന്ധിച്ചു. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ. ഇരിട്ടിയിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും വിനോദത്തിന്റെ ത്രസിപ്പിക്കുന്ന ലോകം തുറന്ന് ക്രേസി ഗെയിം വേൾഡ്. ഇരട്ടിയിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും വിനോദത്തിന്റെ ത്രസിപ്പിക്കുന്ന ലോകം തുറന്ന് ക്രേസി 8 ഗെയിം വേൾഡ് പ്രവർത്തനം ആരംഭിച്ചു. ഇരട്ടി സെറ്റി സെന്ററിൽ ആരംഭിച്ച ഗെയിം വേൾഡ് ഇരട്ടി സർക്കിൾ ഇൻസ്പെക്ടർ PK ജിജേഷ് ഉദ്ഘാടനം ചെയ്തു. സംവിധായകന്മാരായ രാജീവ് നടുവനാട്, ബാബു ജോൺ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ജൂനിയർ വിഭാഗത്തിൽ മിസ്റ്റർ കണ്ണൂരായി തിരഞ്ഞെടുത്ത അഭിജിത്ത് മാലൂർ, സബ് ജൂനിയർ വിഭാഗത്തിൽ മിസ്റ്റർ കണ്ണൂരായി തിരഞ്ഞെടുത്ത യദുകൃഷ്ണ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ഏത് പ്രായക്കാർക്കുമുള്ള ഗെയിമുകൾ ഇവിടെ സജ്ജീകരിച്ചതായി മാനേജിംഗ് പാർട്ണർ രണദീപ് പറഞ്ഞു. ഇപ്പോൾ ചെറിയ കുട്ടികൾക്കായിട്ടുള്ള സോഫ്റ്റ് സോണ്, പിന്നെ ക്യാരംസ്, നല്ല വലിയ കുട്ടികൾക്കോ ആർക്കുവാണെങ്കിൽ കളിക്കാം. ക്യാരംസ് ഉണ്ട്, പിന്നെ പ്ലേ സ്റ്റേഷൻ PS4 ഉണ്ട്, PS5 ഉണ്ട്. അതിൽ അൺചാർട്ടഡ്, GTA, FIFA 24, PES 24 ഉണ്ട്. പിന്നെ NFS, പിന്നെ വരുന്നത് F1 എന്നുള്ള റേസിംഗ് ഗെയിം. മൾട്ടിപ്ലെയർ കുട്ടികൾക്ക് വേണമെങ്കിൽ മൾട്ടിപ്ലെയർ, കുട്ടികൾക്കോ വലിയ ആൾക്കോ അപ്പോൾ കൈമാർ പ്രായക്കാരുള്ള പിള്ളേർ കുട്ടികൾക്ക് എല്ലാവർക്കും പറ്റുന്നതാണ്. മൾട്ടിപ്ലെയർ കളിക്കാൻ പറ്റുന്നതാണ് F1 ഇതെല്ലാം വരുന്നത്. പിന്നെ വലിയാൾക്കും ചെറിയ കുട്ടികൾക്കും എല്ലാവർക്കും കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണ് ബില്ലിയാർഡ്സ്, 8 ബോൾ പൂൾ. അപ്പോൾ അതും കളിക്കാനുള്ള ഇത് ഉണ്ട് ഇപ്പോൾ. പിന്നെ ഡാർട്ട് ബോർഡ്, അതിൽ ഡാർട്ട് ബോർഡിൽ വരുന്നത് വെച്ചാൽ അത് കറക്റ്റ് ബുള്ളയിൽ കൊണ്ടു കഴിഞ്ഞാൽ അത് ഗിഫ്റ്റ്, ടോയ്സും ഇതുമെല്ലാം ഗിഫ്റ്റുകളായിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്ന ഇതായിട്ടാണ് വരുന്നത്. കുട്ടികൾക്കും വലിയ ആൾക്കും എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഗെയിമാണ്. പിന്നെ കുട്ടികൾക്കായുള്ള സോഫ്റ്റ് സോൺ വരുന്നത് ചെറിയ 3 വയസ്സ് മുതൽ ശരിക്കും 10 വയസ്സ് വരെയുള്ള കുട്ടികൾ. അതിൻ്റെ ഉള്ളിൽ കളിക്കാൻ പ്രായമായ കുട്ടികൾക്ക് എല്ലാവർക്കും കയറാവുന്നതാണ്. 10 വയസ്സുള്ള കുട്ടികൾക്കാണ് അതിൻ്റെ ഇത് വരുന്നത്, എൻട്രി വരുന്നത്. ഇരട്ടി. അമ്പായത്തോട് സെന്റ് ജോർജ് ഇടവക ദേവാലയത്തിൽ തിരുനാളിന് തുടക്കമായി. തിരുനാളിന് തുടക്കം കുറിച്ച് ഇടവക വികാരി ഫാദർ കുര്യൻ വാഴയിൽ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. അമ്പായത്തോട് സെന്റ് ജോർജ് ഇടവക ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഗീവർഗീസിന്റെയും പരിശുദ്ധ മാതാവിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുനാളിന് തുടക്കമായി. ഇടവക വികാരി ഫാദർ കുര്യൻ വാഴയിൽ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. തുടർന്ന് നടന്ന ആഘോഷമായ വിശുദ്ധ ബലിക്ക് ചുങ്കക്കുന്ന് ഫൊറോന വികാരി ഫാദർ പോൾ കൂട്ടാല കാർമ്മികത്വം വഹിച്ചു. തിരുനാൾ പ്രദക്ഷിണം, ലതീഞ്ഞ്, വിശുദ്ധ കുർബാനയുടെ ആശീർവാദം, മേളക്കാഴ്ചകൾ, ആകാശവിസ്മയം തുടങ്ങിയവയും നടന്നു.
പ്രധാന തിരുനാൾ ദിനമായ ഞായറാഴ്ച ആഘോഷമായ വിശുദ്ധ കുർബാനയ്ക്ക് കൊട്ടിയൂർ ഇടവക വികാരി ഫാദർ സജി പുഞ്ചയിൽ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് പ്രദക്ഷിണം, ലതീഞ്ഞ്, സ്നേഹവിരുന്ന് എന്നിവയും നടന്നു. അവസാന ദിവസമായ തിങ്കളാഴ്ച രാവിലെ 6:45 വിശുദ്ധ കുർബാനയ്ക്ക് ഇടവക വികാരി ഫാദർ കുര്യൻവാടിയിൽ കാർമ്മികത്വം വഹിക്കും. ശേഷം സിമിത്തേരി സന്ദർശനം, പൂർവ്വ പിതാക്കന്മാരെ അനുസ്മരിക്കൽ എന്നിവ നടക്കും. ഹൈവിഷൻ ന്യൂസ്, കേളകം. ചർമ്മം. തോലമ്പ്ര പുരളിമലയിലെ പിരാടൻ ഭാസ്കരൻ അന്തരിച്ചു. 56 വയസ്സായിരുന്നു. പരേതനായ പെരുവ കുഞ്ഞാമൻ്റെയും പിരാടൻ കുമ്പയുടെ മകനാണ്. ഭാര്യ കായലോടൻ ഗീത, ചിമ്ന എന്നിവർ മക്കളാണ്. ആലച്ചേരി UP സ്കൂൾ റിട്ടയർഡ് അധ്യാപിക P. ശാരദ ടീച്ചർ അന്തരിച്ചു. 75 വയസ്സായിരുന്നു. ഭർത്താവ് പരേതനായ VK ബാലനമ്പ്യാർ. പ്രധാന വാർത്തകൾ വീണ്ടും. കൊട്ടിയൂർ പാലുകാച്ചിയിൽ കാട്ടാനക്കൂട്ടം വ്യാപകമായി കാർഷിക വിളകൾ നശിപ്പിച്ചു. ഒരാഴ്ചയായി തുടർന്ന കാട്ടാനക്കൂട്ടത്തിന്റെ വിളയാട്ടത്തെ പ്രതിരോധിക്കാൻ വനപാലകർ സ്ഥലത്തെത്തിയില്ലെന്ന് നാട്ടുകാർ. പേരാവൂർ കാഞ്ഞിരപ്പുഴയിൽ ഇരുചക്രവാഹനവും ട്രാവലറും തമ്മിൽ കൂട്ടിയിടിച്ച് അപകടം. ഇരുചക്രവാഹന യാത്രക്കാരന് ഗുരുതര പരിക്ക്. പാൽച്ചുരം വഴി സർവീസ് നടത്തുന്ന ദീർഘദൂര KSRTC ബസ്സുകൾ സർവീസ് നിർത്തി. ദുരിതത്തിലായി യാത്രക്കാർ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകും. നമസ്കാരം. SNDP കീഴൂർ ശാഖ വാർഷിക പൊതുയോഗം എടക്കാനത്ത് വെച്ച് നടത്തി. ഇരട്ടി യൂണിയൻ സെക്രട്ടറി PN ബാവുമാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് MG ചന്ദ്രബോസ് അധ്യക്ഷത വഹിച്ചു. പായം പഞ്ചായത്ത് അംഗം PP കുഞ്ഞുഞ്ഞ് ഉന്നത വിജയികളെ അനുമോദിച്ചു. ശാഖാ സെക്രട്ടറി PS അജിത്ത്, V ഭാസ്കരൻ, MT മല്ലിക, PS ശാലിനി, ഡോക്ടർ അനുശ്രീ, PS ശ്രീനന്ദ, PS അഭിനന്ദ്, PK ശശീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിൽ നിന്ന് IAS 1ാം റാങ്ക് കിട്ടിയ 23 വയസ്സുള്ള ആ പെൺകുട്ടിയോട് ചോദിച്ചു, അല്ല മാഡം, ഈ ചെറിയ പ്രായത്തിൽ എങ്ങനെയാണ് ഇത്രയും വലിയൊരു ഉയർന്ന രീതിയിലേക്ക് എത്തിപ്പെട്ടത്, എങ്ങനെയാണ് ഞങ്ങൾക്ക് പുതുതലമുറയ്ക്ക് വേണ്ടി ആ അനുഭവം ഒന്ന് പറയാലോ എന്ന് പറഞ്ഞു. അപ്പം നമ്മളൊന്നും വിചാരിക്കേണ്ട, IASലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിനുള്ള മത്സരത്തിനുള്ള മിനിമം വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറഞ്ഞാൽ ഒന്ന് BSc അല്ലെ BCom. പ്രസിഡന്റായി MG ചന്ദ്രബോസിനെയും വൈസ് പ്രസിഡന്റായി MR രാജുവിനെയും സെക്രട്ടറിയായി PS അജിത്തിനെയും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. പേരാവൂർ എക്സൈസ് റേഞ്ച് ഓഫീസിൽ നിന്നും വിരമിക്കുന്ന അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ MP സജീവന് യാത്രയയപ്പ് നൽകി. യാത്രയയപ്പ് സമ്മേളനം കണ്ണൂർ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ ഷിബു PL ഉദ്ഘാടനം ചെയ്തു. സർവീസിൽ നിന്നും വിരമിക്കുന്ന പേരാവൂർ എക്സൈസ് റേഞ്ച് ഓഫീസിലെ MP സജീവന് യാത്രയയപ്പ് നൽകി. എക്സൈസ് ഓഫീസ് ഹാളിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനവും ഉപഹാര സമർപ്പണവും കണ്ണൂർ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ PL ഷിബു ഉദ്ഘാടനം ചെയ്തു. 2002 സർക്കാർ സർവീസിൽ വന്നതാണ്. നിരവധി റിട്ടയർമെന്റ് ഫംഗ്ഷനുകൾ ഞാൻ പങ്കെടുത്തു. ഇത്രയും മനോഹരമായി ഒരു യാത്രയയപ്പ് സമ്മേളനം ഇന്ന് വരെ എൻ്റെ സർക്കാർ സർവീസിൽ ഞാൻ നടത്തി. അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ നന്ദി അർപ്പിക്കുന്നത് ഇവിടുത്തെ ജീവനക്കാരാണ്. പേരാവൂർ റേഞ്ചിലെ എല്ലാ ജീവനക്കാർക്കും എൻ്റെ അഭിനന്ദനം. കാരണം കല്യാണ വീടുകളിൽ മാത്രമേ ഞാൻ ഇതുപോലത്തെ പന്തലെടുക്കൂ, അല്ലെങ്കിൽ ഏതെങ്കിലും ഷോപ്പുകളുടെ ഉദ്ഘാടനവും അല്ലെങ്കിൽ ഏതെങ്കിലും വീടുകളുടെ എന്താണ് നമ്മൾ പാലുകാച്ചൽ എന്നാണ് നമ്മൾ പറയുന്നത്, ആ ചടങ്ങിനും ഏതെങ്കിലും ഉത്സവത്തിന് മാത്രമേ ഞാനിത് കഴിയൂ. നിങ്ങളുടെ ഈ കൊച്ചു ഓഫീസ് വളരെ ഭംഗിയായിട്ട് അലങ്കരിച്ച് നല്ല രീതിയിൽ ഒരു യാത്രയയപ്പ് സമ്മേളനം സംഘടിപ്പിച്ചതിൽ നിന്ന് തന്നെ നിങ്ങൾ സജീവനെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്, അദ്ദേഹം എത്രത്തോളം ഈ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് എന്ന് അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി. നമ്മൾ ഓർക്കേണ്ടത് പലരും സർക്കാർ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്യും. റിട്ടയർ ചെയ്തതിന് ശേഷം സർക്കാരിന് വേണ്ടി അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചിന്തിക്കുന്ന ഒരു നിമിഷം പൊതുജനങ്ങളുടെ കയ്യിൽ നിന്ന് നികുതിയായി കിട്ടുന്ന പൈസ കൊണ്ട് നമ്മൾ വാങ്ങുന്ന കാശ് 1-ാം തീയതി നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ഇതിന് ഞാൻ അർഹനാണോ എന്ന് ചിന്തിക്കുന്ന ഒരു നിമിഷം. എക്സൈസ് ഇൻസ്പെക്ടർ K. ശശി അധ്യക്ഷത വഹിച്ചു. MB സുരേഷ് ബാബു,
കെ സന്തോഷ് കുമാർ, പി കെ സതീഷ് കുമാർ, വി വി ഷാജി, കെ ഷാജി, വി രജനീഷ്, എം ശൈലജ ടീച്ചർ, എ എസ് പുരുഷോത്തമൻ, സി പത്മനാഭൻ, എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർമാരായ സി രജിത്, എ കെ വിജേഷ്, സിനു കൊയിലോത്ത്, സജീവൻ തരിപ്പ, ജെയിംസ് സി എം, പി എസ് ശിവദാസൻ, ബാബുമോൻ ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് എം പി സജീവൻ മറുപടി പ്രസംഗവും നടത്തി. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ. പേരാവൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ 1992-93 SSLC ഫ്രണ്ട്സ് ഗ്രൂപ്പിന്റെ വാർഷികം പേരാവൂർ റോബിൻസ് ഓഡിറ്റോറിയത്തിൽ നടന്നു. റിട്ടയർഡ് പ്രധാന അധ്യാപകൻ ജോർജ് മാത്യു ഉദ്ഘാടനം ചെയ്തു. പേരാവൂർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ 1992-93 SSLC ഫ്രണ്ട്സ് ഗ്രൂപ്പിന്റെ വാർഷികമാണ് പേരാവൂർ റോബിൻസ് ഓഡിറ്റോറിയത്തിൽ നടന്നത്. സെബാസ്റ്റ്യന്റെ അധ്യക്ഷതയിൽ റിട്ടയർഡ് പ്രധാന അധ്യാപകൻ ജോർജ് മാത്യു ഉദ്ഘാടനം ചെയ്തു. വളരെയധികം സന്തോഷവും സംതൃപ്തിയുള്ള ഒരു നിമിഷമാണിത്. ഇംഗ്ലീഷിൽ പറയുന്നത് പോലെ when the heart is full words are few. എന്താ പറയേണ്ടതെന്ന് എനിക്കിപ്പോൾ മനസ്സിലാകുന്നില്ല. അത്രമാത്രം വികാര നിർഭരമായ രംഗം എന്ന് വേണമെങ്കിൽ പറയാം. 1993 കാലഘട്ടം അന്ന് സ്കൂളിലുണ്ടായിരുന്ന ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന സഹപ്രവർത്തകർ, അന്നുണ്ടായിരുന്ന കുട്ടികൾ, അവരിന്നി നമ്മുടെ കൂടെ ഇല്ല. ആ അധ്യാപകരെയും അതുപോലെ അന്ന് നമ്മൾ വേർപിരിഞ്ഞു പോയ കുട്ടികളെയും ഒക്കെ ഈ അവസരത്തിൽ സ്മരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഓർക്കുമ്പോൾ ഈ സംഗമത്തിന് വരുമ്പോൾ, എന്നെ ക്ഷണിക്കാൻ വരുമ്പോൾ ഒരുപാട് ഓർമ്മകൾ എൻ്റെ മനസ്സിലങ്ങനെ തങ്ങി നിൽക്കുക. ഞാൻ സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ നിന്നും ഹെഡ് മാസ്റ്ററായിട്ട് എടൂർ ഹൈസ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ സ്കൂളിന്റെ അന്നത്തെ അന്തരീക്ഷം ഇവിടെ എൻ്റെ മുന്നിൽ ഇരിക്കുന്ന കുട്ടികൾക്കെല്ലാം അറിയാം. ഒരു പരിധിവരെ പറഞ്ഞാൽ കലുഷിതമായ അന്തരീക്ഷം ഉണ്ടായിരുന്നു ഒരു കാലഘട്ടം ഞാൻ ഓർക്കുകയാണ്. ആ അവസരങ്ങളൊക്കെ അവസരോചിതമായി. ചടങ്ങിൽ സംസ്ഥാന ലെവൽ ഓട്ടംതുള്ളലിൽ മെഡൽ നേടിയ ജോയ്സ് ജോസ്, നാഷണൽ ലെവൽ ആർച്ചറിയിൽ മെഡൽ നേടിയ അളകനന്ദ, നാഷണൽ ലെവൽ ഇംഗ്ലീഷ് സ്കിറ്റിൽ മെഡൽ നേട്ടം കൈവരിച്ച ശിവദ എന്നിവരെ ആദരിച്ചു. പി ടി ജോണി, മാളവിക മനീഷ്, രാജേഷ്, വിജയകുമാർ, സുരേഷ്, പവിത്രൻ, ദിലീപ്, ലത, ഷീബ തുടങ്ങിയവർ സംസാരിച്ചു. അതോടൊപ്പം തന്നെ മുൻ പ്രധാനാധ്യാപകൻ ജോർജ് മാത്യു സാറെ മനീഷും നാരായണൻ മാസ്റ്ററെ ജെയ്സണും പൊന്നാടയണിയിച്ച് ആദരിച്ചു. തുടർന്ന് കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും നടന്നു. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ. ഏച്ചിലം ഗ്രാമോദയം വായനശാല ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ വർണ്ണക്കൂടാരം അവധിക്കാല പഠന ക്യാമ്പ് നടത്തി. ആറളം ഏച്ചിലം ഗ്രാമോദയം വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ വർണ്ണക്കൂടാരം കുട്ടികൾക്കായുള്ള അവധിക്കാല പഠന ക്യാമ്പ് നടത്തി. ആറളം പഞ്ചായത്ത് അംഗം സെലീന ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. മാസം ആയി നിങ്ങളുടെ അവധിക്കാലം ആരംഭിച്ചിട്ട്, ഒരു മാസം കഴിഞ്ഞില്ലേ? ആസ്വാദികരമായിരുന്നോ? എല്ലാവരും വീടുകളിൽ തന്നെ കൂടുവാണോ, അതോ യാത്ര കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? അവധിക്കാലം എവിടെയും പോയില്ലേ? വീട്ടിൽ തന്നെയായിരുന്നു. അപ്പൊ തീർച്ചയായും നിങ്ങൾ അത് ആസ്വാദ്യകരമാക്കാൻ ഉപയോഗിച്ച മാധ്യമം ഏതായിരിക്കാം? കേട്ടില്ല. നാട്ടിൽ പോയി. അല്ല, കൂടുതൽ പേരും ഇവിടെ തന്നെ ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങളുടെയൊക്കെ കൈകളിൽ അമ്മമാരുടെയും അച്ഛന്മാരുടെയും മൊബൈൽ ഫോൺ ആയിരിക്കാം കടന്നിട്ടുണ്ടാവുക, അല്ലേ? പ്രത്യേകിച്ച് ചൂട് കൂടുതലായതുകൊണ്ട് ഈ സമയം കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വീടിന് പുറത്തിറങ്ങാൻ പറ്റില്ല. അപ്പൊ തീർച്ചയായും വീട്ടിൽ തന്നെ ആയിരിക്കും. വീട്ടിൽ ഒറ്റയ്ക്ക് കിടന്ന് വായിക്കുകയോ അല്ലെങ്കിൽ തത്തുല്യമായ കാര്യങ്ങളിലേക്ക് ഇടപെടാൻ ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികൾക്ക് പ്രയാസമാണ്, അല്ലേ? വായനശീലമുള്ളവരുണ്ടോ? നിങ്ങളൊരു വായനശാലയ്ക്ക് മുന്നിലുള്ളത്. വായനശാല പ്രസിഡന്റ് ടി തോമസ് അധ്യക്ഷത വഹിച്ചു. വായനശാല സെക്രട്ടറി സന്തോഷ് കീഴ്പാട്ടില്ലം, വായനശാല എക്സിക്യൂട്ടീവ് അംഗം കെ സന്തോഷ് എന്നിവർ സംസാരിച്ചു. സംവിധായകൻ അജേഷ് ചന്ദ്രനാണ് പഠന ക്യാമ്പ് നയിച്ചത്. ന്യൂസ് ബ്യൂറോ, ഇരട്ടി.
ഇരിട്ടി പ്രാഥമിക സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് സർവീസിൽ നിന്നും വിരമിക്കുന്ന PV മോഹനുള്ള യാത്രയയപ്പും കഴിഞ്ഞ സാമ്പത്തിക വർഷം മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ബ്രാഞ്ചുകൾക്കുള്ള അനുമോദനവും ഇരിട്ടിയിൽ വെച്ച് നടന്നു. ഇരിട്ടി കാർഷിക ഗ്രാമവികസന ബാങ്കിൽ ദീർഘകാലത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന PV മോഹനുള്ള ബാങ്ക് ഭരണസമിതിയുടെയും ജീവനക്കാരുടെയും നേതൃത്വത്തിലുള്ള യാത്രയയപ്പും 2023-24 സാമ്പത്തിക വർഷം മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ബ്രാഞ്ചുകൾക്കുള്ള അനുമോദനവും ഇരിട്ടി സ്കൈപെൻഡ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. അതിനുമുമ്പ് തലശ്ശേരി കാർഷിക വികസന ബാങ്കിന്റെ ഭാഗമായും 31 വർഷക്കാലത്തെ സുദീർഘമായിട്ടുള്ള സേവനമാണ് ശ്രീ PV മോഹനൻ നിർവഹിച്ചിട്ടുള്ളത്. അദ്ദേഹം ഒരു സഹകരണ സ്ഥാപനത്തിലെ ജീവനക്കാർ എന്നതിനേക്കാൾ ഉപരി അദ്ദേഹം ഈ മേഖലയിൽ അറിയപ്പെടുന്ന ഒരു സാമൂഹിക പ്രവർത്തകൻ കൂടിയാണ്. കൗൺസിലറായും മറ്റു വിവിധ ചുമതലകളുമെല്ലാം നിർവഹിച്ചുകൊണ്ട് സഹകരണ ജീവനക്കാരനായി അദ്ദേഹത്തിന് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി സാധിക്കും. സഹകരണ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് വലിയ വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുടെ കേന്ദ്ര നയത്തിന്റെ ഭാഗമായി സഹകരണ പ്രസ്ഥാനത്തിന്റെ കുതിച്ചുചാട്ടം തടയാനുള്ള വലിയ ശ്രമങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര നിയമത്തിന്റെ ഭാഗമായിട്ടുള്ള മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളും അതുപോലെ മറ്റ് നിയന്ത്രണങ്ങളുമെല്ലാം സഹകരണ മേഖലയിൽ ഒട്ടേറെ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. ബാങ്ക് പ്രസിഡന്റ് PP അശോകൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി M സന്ദീപ്, V ശ്രീകല, തങ്കമ്മ സ്കറിയ, P സുരേഷ് ബാബു, PV പ്രഭാകരൻ, V ഫിറോസ്, MK നിഖിൽ, VK വിജയ, ഹൈന ജോൺസൺ KV, KP ഗോപാലകൃഷ്ണൻ, C അബ്ദുൽ മുനീർ, CP വിനിൽ, MV വിനു, M രാജേഷ്, K പുരുഷോത്തമൻ, PK ജയരാജൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ ഇരട്ടി. തൊണ്ടിയിൽ മാർഗദീപം റെസിഡൻസ് അസോസിയേഷന്റെയും മാർഗദീപം ലൈബ്രറിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ വിജ്ഞാന സദസ്സ് സംഘടിപ്പിച്ചു. PG ബാബു ഉദ്ഘാടനം ചെയ്തു. തൊണ്ടിയിൽ മാർഗദീപം ലൈബ്രറി ആൻഡ് ഗ്രന്ഥാലയത്തിന്റെയും മാർഗദീപം റെസിഡൻസ് അസോസിയേഷന്റെയും സംയുക്താഭിമുഖ്യത്തിലായിരുന്നു വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി വിജ്ഞാന സദസ്സ് സംഘടിപ്പിച്ചത്. പ്രസിഡന്റ് ഓമനക്കുട്ടി ടീച്ചറുടെ അധ്യക്ഷതയിൽ PG ബാബു ഉദ്ഘാടനം ചെയ്തു. അതിൽ നിന്നും വിമുക്തി നേടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരുപക്ഷെ ലോകം നേരിട്ട മഹാമാരിയുടെ കാലത്ത് അല്ലെങ്കിൽ കോവിഡിന്റെ കാലത്ത് എല്ലാവരും നമ്മളോട് ഉപദേശിച്ചത് എല്ലാവരും പല കാര്യങ്ങളും നമ്മളെ കൊണ്ട് ചെയ്യിച്ചത് ഈ മൊബൈൽ കൂടി തന്നെയായിരിക്കാം. ആ ഒരു വേണമെങ്കിൽ പ്രേതം ഇപ്പോഴും നമ്മളെ പിടിവിടാതെ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അത് മാറ്റിയെടുക്കേണ്ട കാലഘട്ടം കഴിഞ്ഞിരിക്കുകയാണ്. അല്ലെങ്കിൽ വലിയ വലിയ പ്രത്യാഘാതങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. എനിക്ക് തോന്നുന്നു അതിൽ നിന്നൊക്കെ വിമുക്തി നേടുവാനുള്ള ഏറ്റവും നല്ല മാർഗം ടീച്ചർ പറഞ്ഞതുപോലെ നമ്മുടെ അലമാരകളിൽ, കേരളത്തിൽ പ്രത്യേകിച്ചും ഇന്ത്യയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള കെട്ടിടങ്ങളിലെ അലമാരകളിൽ മൂല്യങ്ങളായിട്ടുള്ള വിവരശേഖരണങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷേ പുതിയ തലമുറ അതിലേക്ക് പോകുന്നില്ല. ടീച്ചർ പറയുന്ന പോലെ കുറ്റപ്പെടുത്തുന്നതല്ല, അതിനുള്ള സമയമില്ല എന്നുള്ളതാണ്. നമ്മൾ മത്സരമാണ്, പല പരീക്ഷകൾക്ക് വേണ്ടിയുള്ള മത്സരത്തിനിടയ്ക്ക് ഈ പുസ്തകങ്ങൾ വായിക്കുവാനും അതിലെ അറിവ് നേടുവാനുമുള്ള സമയം നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുന്നില്ല. ഒരു പക്ഷേ മാധ്യമങ്ങൾ, ആധുനിക മാധ്യമങ്ങൾ, മൊബൈൽ പോലെയുള്ള നവമാധ്യമങ്ങൾ. ഗ്രാമപഞ്ചായത്ത് അംഗം നൂർദീൻ മുള്ളേരിക്കൽ, വൈസ് പ്രസിഡന്റ് അജിത് കുമാർ, സെക്രട്ടറി സുഷമ, ലൈബ്രറിയൻ പുഷ്പ തുടങ്ങിയവർ സംബന്ധിച്ചു. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ. ഇരിട്ടിയിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും വിനോദത്തിന്റെ ത്രസിപ്പിക്കുന്ന ലോകം തുറന്ന് ക്രേസി ഗെയിം വേൾഡ്. ഇരട്ടിയിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും വിനോദത്തിന്റെ ത്രസിപ്പിക്കുന്ന ലോകം തുറന്ന് ക്രേസി 8 ഗെയിം വേൾഡ് പ്രവർത്തനം ആരംഭിച്ചു. ഇരട്ടി സെറ്റി സെന്ററിൽ ആരംഭിച്ച ഗെയിം വേൾഡ് ഇരട്ടി സർക്കിൾ ഇൻസ്പെക്ടർ PK ജിജേഷ് ഉദ്ഘാടനം ചെയ്തു.
സംവിധായകന്മാരായ രാജീവ് നടുവനാട്, ബാബു ജോൺ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ജൂനിയർ വിഭാഗത്തിൽ മിസ്റ്റർ കണ്ണൂരായി തിരഞ്ഞെടുത്ത അഭിജിത്ത് മാലൂർ, സബ് ജൂനിയർ വിഭാഗത്തിൽ മിസ്റ്റർ കണ്ണൂരായി തിരഞ്ഞെടുത്ത യദുകൃഷ്ണ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ഏത് പ്രായക്കാർക്കുമുള്ള ഗെയിമുകൾ ഇവിടെ സജ്ജീകരിച്ചതായി മാനേജിംഗ് പാർട്ണർ രണദീപ് പറഞ്ഞു. ഇപ്പോൾ ചെറിയ കുട്ടികൾക്കായിട്ടുള്ള സോഫ്റ്റ് സോണ്, പിന്നെ ക്യാരംസ്, നല്ല വലിയ കുട്ടികൾക്കോ ആർക്കുവാണെങ്കിൽ കളിക്കാം. ക്യാരംസ് ഉണ്ട്. പിന്നെ പ്ലേ സ്റ്റേഷൻ PS4 ഉണ്ട്, PS5 ഉണ്ട്. അതിൽ അൺചാർട്ടഡ്, GTA, FIFA 24, PES 24 ഉണ്ട്. പിന്നെ NFS, പിന്നെ വരുന്നത് F1 എന്നുള്ള റേസിംഗ് ഗെയിം. മൾട്ടിപ്ലെയർ കുട്ടികൾക്ക് വേണമെങ്കിൽ മൾട്ടിപ്ലെയർ, കുട്ടികൾക്കോ വലിയ ആൾക്കോ അപ്പോൾ കൈമാർ പ്രായക്കാരുള്ള പിള്ളേർ കുട്ടികൾക്ക് എല്ലാവർക്കും പറ്റുന്നതാണ്. മൾട്ടിപ്ലെയർ കളിക്കാൻ പറ്റുന്നതാണ് F1 ഇതെല്ലാം വരുന്നത്. പിന്നെ ബില്യാർക്കും ചെറിയ കുട്ടികൾക്കും എല്ലാവർക്കും കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണ് ബില്യാർഡ്സ്, 8 ബോൾ പൂൾ. അപ്പോൾ അതും കളിക്കാനുള്ള ഇത് ഉണ്ട് ഇപ്പോൾ. പിന്നെ ഡാർട്ട് ബോർഡ്, അതിൽ ഡാർട്ട് ബോർഡിൽ വരുന്നത് വെച്ചാൽ അത് കറക്റ്റ് ബുള്ളയിൽ കൊണ്ടു കഴിഞ്ഞാൽ അത് ഗിഫ്റ്റ്, ടോയ്സും ഇതുമെല്ലാം ഗിഫ്റ്റുകളായിട്ട് കുട്ടികൾക്ക് കൊടുക്കുന്ന ഇതായിട്ടാണ് വരുന്നത്. കുട്ടികൾക്കും വലിയ ആൾക്കും എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഗെയിമാണ്. പിന്നെ കുട്ടികൾക്കായുള്ള സോഫ്റ്റ് സോൺ വരുന്നത് ചെറിയ 3 വയസ്സ് മുതൽ ശരിക്കും 10 വയസ്സ് വരെയുള്ള കുട്ടികൾ. അതിൻ്റെ ഉള്ളിൽ കളിക്കാൻ പ്രായമായ കുട്ടികൾക്ക് എല്ലാവർക്കും കയറാവുന്നതാണ്. 10 വയസ്സുള്ള കുട്ടികൾക്കാണ് അതിൻ്റെ ഇത് വരുന്നത്, എൻട്രി വരുന്നത്. ഇരട്ടി. അമ്പായത്തോട് സെന്റ് ജോർജ് ഇടവക ദേവാലയത്തിൽ തിരുനാളിന് തുടക്കമായി. തിരുനാളിന് തുടക്കം കുറിച്ച് ഇടവക വികാരി ഫാദർ കുര്യൻ വാഴയിൽ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. അമ്പായത്തോട് സെന്റ് ജോർജ് ഇടവക ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഗീവർഗീസിന്റെയും പരിശുദ്ധ മാതാവിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുനാളിന് തുടക്കമായി. ഇടവക വികാരി ഫാദർ കുര്യൻ വാഴയിൽ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. തുടർന്ന് നടന്ന ആഘോഷമായ വിശുദ്ധ ബലിക്ക് ചുങ്കക്കുന്ന് ഫൊറോന വികാരി ഫാദർ പോൾ കൂട്ടാല കാർമ്മികത്വം വഹിച്ചു. തിരുനാൾ പ്രദക്ഷിണം, ലതീഞ്ഞ്, വിശുദ്ധ കുർബാനയുടെ ആശീർവാദം, മേളക്കാഴ്ചകൾ, ആകാശവിസ്മയം തുടങ്ങിയവയും നടന്നു. പ്രധാന തിരുനാൾ ദിനമായ ഞായറാഴ്ച ആഘോഷമായ വിശുദ്ധ കുർബാനയ്ക്ക് കൊട്ടിയൂർ ഇടവക വികാരി ഫാദർ സജി പുഞ്ചയിൽ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് പ്രദക്ഷിണം, ലതീഞ്ഞ്, സ്നേഹവിരുന്ന് എന്നിവയും നടന്നു. അവസാന ദിവസമായ തിങ്കളാഴ്ച രാവിലെ 6:45 വിശുദ്ധ കുർബാനയ്ക്ക് ഇടവക വികാരി ഫാദർ കുര്യൻ വാഴിയിൽ കാർമ്മികത്വം വഹിക്കും. ശേഷം സിമിത്തേരി സന്ദർശനം, പൂർവ്വ പിതാക്കന്മാരെ അനുസ്മരിക്കൽ എന്നിവ നടക്കും. ഹൈവിഷൻ ന്യൂസ്, കേളകം. ചർമ്മം. തോലമ്പ്ര പുരളിമലയിലെ പിരാടൻ ഭാസ്കരൻ അന്തരിച്ചു. 56 വയസ്സായിരുന്നു. പരേതനായ പെരുവ കുഞ്ഞാമൻ്റെയും പിരാടൻ കുമ്പയുടെ മകനാണ്. ഭാര്യ കായലോടൻ ഗീത, ചിമ്ന എന്നിവർ മക്കളാണ്. ആലച്ചേരി UP സ്കൂൾ റിട്ടയർഡ് അധ്യാപിക P. ശാരദ ടീച്ചർ അന്തരിച്ചു. 75 വയസ്സായിരുന്നു. ഭർത്താവ് പരേതനായ VK ബാലനമ്പ്യാർ. പ്രധാന വാർത്തകൾ വീണ്ടും. കൊട്ടിയൂർ പാലുകാച്ചിയിൽ കാട്ടാനക്കൂട്ടം വ്യാപകമായി കാർഷിക വിളകൾ നശിപ്പിച്ചു. ഒരാഴ്ചയായി തുടർന്ന കാട്ടാനക്കൂട്ടത്തിന്റെ വിളയാട്ടത്തെ പ്രതിരോധിക്കാൻ വനപാലകർ സ്ഥലത്തെത്തിയില്ലെന്ന് നാട്ടുകാർ. പേരാവൂർ കാഞ്ഞിരപ്പുഴയിൽ ഇരുചക്രവാഹനവും ട്രാവലറും തമ്മിൽ കൂട്ടിയിടിച്ച് അപകടം. ഇരുചക്രവാഹന യാത്രക്കാരന് ഗുരുതര പരിക്ക്. പാൽച്ചുരം വഴി സർവീസ് നടത്തുന്ന ദീർഘദൂര KSRTC ബസ്സുകൾ സർവീസ് നിർത്തി. ദുരിതത്തിലായി യാത്രക്കാർ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകും. നമസ്കാരം.